സർക്കാർ പരിപാടിക്കായി വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ കൈയിട്ട് വാരാൻ നീക്കം. വൃത്തി കോൺക്ലേവിന് തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകണമെന്ന് സർക്കാരിന്റെ ഉത്തരവ്. 8 കോടിയിലധികം രൂപയാണ് 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുക. മാലിന്യ സംസ്കരണത്തിലെ സർക്കാർ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാനാണ് ഏപ്രിൽ 9 മുതൽ 13 വരെ കോൺക്ലേവ് നടത്തുന്നത്. ജനം ബ്രേക്കിംഗ് വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചിരികാണ്. പ്രജിത്ത്, ഇത് സംബന്ധിച്ച് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്? KP നേരത്തെ ഈ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് തദ്ദേശ സ്ഥാപനങ്ങൾ പണം നൽകണമെന്ന ഉത്തരവ്, ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളുടെ കാര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിലും പ്ലാൻ ഫണ്ടിലും യൂണിയൻ ഗ്രാന്റിലും ഒക്കെ കൈയിട്ട് വാരാനുള്ളൊരു നീക്കം സർക്കാർ നടത്തുന്നത്. ഈ ഏപ്രിൽ 9 മുതൽ 13 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ വെച്ചാണ് സർക്കാർ വൃത്തി കോൺക്ലേവ് എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ കൈവരിച്ചിട്ടുള്ള ഈ മാലിന്യ നീക്കങ്ങളടക്കം മാലിന്യ നിർമ്മാർജ്ജനത്തിലടക്കം കൈവരിച്ചിട്ടുള്ള വലിയ നേട്ടങ്ങൾ എന്ന രീതി അത് പ്രദർശിപ്പിക്കാൻ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്ന രീതിയിലാണ് ഇത്തരമൊരു കോൺക്ലേവ് നടത്തുന്നത്. ഈ കോൺക്ലേവിന്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നേരത്തെ കേരളത്തിലെ ആരോഗ്യ മെഡിക്കൽ വേസ്റ്റ് അടക്കം സംസ്ഥാനത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തട്ടിയതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിനെതിരെ ഹരിത ട്രൈബ്യൂണൽ അടക്കം വലിയ വിമർശനം ഉയർത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു വൃത്തിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മാലിന്യ നീക്കത്തിൽ വലിയ നേട്ടങ്ങൾ സംസ്ഥാനത്തുണ്ടായി എന്ന രീതിയിൽ ഒരു കോൺക്ലേവ് സർക്കാർ സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകണമെന്നുള്ളതാണ് പറയുന്നത്. ഈ പ്ലാൻ ഫണ്ടിൽ നിന്നും തനത് ഫണ്ടിൽ നിന്നും ഗ്രാന്റിൽ നിന്നും തുക കണ്ടെത്തി ഏതാണ്ട് 8 കോടി രൂപ സംസ്ഥാനത്തെ 1200 തദ്ദേശ സ്ഥാപനങ്ങൾ സർക്കാരിന് നൽകണമെന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഓരോ വിഭാഗത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഓരോ തുക എന്ന രീതിയിലാണ് സർക്കാർ കണക്ക് പറയുന്നത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾക്കാണെങ്കിൽ 25,000 രൂപ, അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും 2 ലക്ഷം വീതവും, ജില്ലാ പഞ്ചായത്തുകളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും 5 ലക്ഷവും നൽകണം. അങ്ങനെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് 8 കോടി 13 ലക്ഷം രൂപയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിനൊപ്പം തന്നെ മറ്റ് കൂടുതൽ നിർദ്ദേശങ്ങളുമുണ്ട്. അതായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിടുന്ന നിർദ്ദേശങ്ങളാണ് അവയും. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പ്രതിനിധികൾക്കുമൊക്കെ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുവാനുള്ള അനുമതി നൽകണം. അനുമതി നൽകുന്നതിനൊപ്പം അവർക്ക് ആ ദിവസം ഡ്യൂട്ടി ക്രമീകരണം നടത്തി അവർക്ക് ഇത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നതിനൊപ്പം അവരുടെ യാത്രാബദ്ധ മറ്റ് അനുബന്ധ ചെലവുകളെല്ലാം ഈ പറയുന്ന രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കണമെന്നുള്ള ഒരു വിചിത്രമായ നിർദ്ദേശം. അതായത് പ്രജിത്ത്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടേതായ തനത് ഫണ്ടിൽ നിന്നുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളടക്കം ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാത്തതിനുമുള്ള ഫണ്ട് സർക്കാരിലേക്ക് നൽകിയതിന് മൂലം അതൊക്കെയും താറുമാറായ ഒരു സാഹചര്യങ്ങൾ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കടക്കം നയിച്ചത് നമുക്ക് മുന്നിലുണ്ട്. ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇത്തരത്തിലുള്ള കോൺക്ലേവുകൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് ഈ ഘട്ടത്തിലും സർക്കാരിൻ്റെ നീക്കമല്ലേ? അതേ KP, അങ്ങനെ തന്നെയാണ്. അതായത് നേരത്തെ ഒരു തുടർച്ച കൂടിയുണ്ട്. അതായത് ഈ പറയുന്ന രീതിയിൽ ജീവനക്കാർക്കുമൊക്കെ ഈ പൈസ യാത്രാപദ്ധതി അടക്കം നടക്കുന്നതിനൊപ്പം തന്നെ ഈ വൃത്തി കോൺക്ലേവിന് മുന്നോടിയായി പ്രാദേശിക തലങ്ങളിൽ വിവിധ പരിപാടികൾ, ഇതിന്റെ പ്രചാരണ നൃത്തം നടത്തണം. അതിനുള്ള പണവും ഈ പറയുന്ന തനത് ഫണ്ടിൽ നിന്ന് അടക്കം കണ്ടെത്തണം എന്നുള്ളതാണ് സർക്കാരിന്റെ വിചിത്രമായ നിർദ്ദേശം. ഒപ്പം KP സൂചിപ്പിച്ചതുപോലെയാണ് സംസ്ഥാനത്ത് നേരത്തെ പലവിധമായ ഫണ്ടുകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിൽ വലിയ വീഴ്ച സർക്കാർ വരുത്തിയിരുന്നു. പ്ലാൻ ഫണ്ടും തനത് ഫണ്ടും ഒക്കെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സർക്കാർ നൽകേണ്ട സഹായങ്ങളൊന്നും കൃത്യസമയത്ത് നൽകാതെ, അവരുടെ ബജറ്റ് വിഹിതം അടക്കം കൃത്യമായി നൽകാതെ, പദ്ധതികളുടെ ചെലവ് കൃത്യസമയത്ത് നൽകാതെ, ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സർക്കാർ ഞെരുക്കിയ ഒരു സമയമുണ്ടായിരുന്നു. അവരുടെ സാമ്പത്തിക പ്രവർത്തികളൊന്നും തന്നെ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സേവാ പ്രവർത്തനങ്ങളോ അവർ നടത്തി വരുന്ന പാലിയേറ്റീവ് കെയർ പോലെയുള്ള പ്രവർത്തനങ്ങളോ ഒന്നും നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സർക്കാർ തള്ളിവിട്ടിരുന്നു. അതോടൊപ്പം ഈ മഴക്കാലപൂർവ്വ ശുചീകരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് സർക്കാർ ഫണ്ട് നൽകാത്തതും സംസ്ഥാനത്ത് വലിയ വിവാദമായി മാറിയ സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആവശ്യത്തിന് പണം ആവശ്യമുള്ള സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാതിരിക്കുന്ന സർക്കാർ തന്നെയാണ് മാലിന്യ നീക്കത്തിൽ പരാജയപ്പെട്ടു എന്ന് പല ഇൻസിഡന്റുകളും പല വിവാദങ്ങളും ഒക്കെ തെളിയിച്ച ഒരു സർക്കാരാണ്. ആ സർക്കാരിന്റെ ഒരു പൊങ്ങച്ചം പറച്ചിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് ഇതേ തദ്ദേശ സ്ഥാപനങ്ങൾ, അതായത് ഈ പറയുന്ന രീതിയിൽ മാലിന്യ നീക്കത്തിന് കൃത്യമായ ഫണ്ട് നൽകാതെ സർക്കാർ തന്നെ ശ്വാസം മുട്ടിച്ച തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ അവരുടെ തനത് ഫണ്ടിൽ നിന്നും പ്ലാൻ ഫണ്ടിൽ നിന്നും അല്ലെങ്കിൽ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നിന്നുമൊക്കെ എടുത്തത് ചെലവഴിക്കണമെന്ന് പറയുന്ന വിചിത്രമായ ഒരു നിർദ്ദേശമാണ് എന്തായാലും സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വലിയ വിവാദങ്ങൾക്കൊക്കെയുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട KP. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.